ഞാൻ ഇന്നിവിടെ ഒരു ഹെൽത്തി ദോശ അല്ലെ ഹെൽത്തി ഇഡലിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ ദോശയ്ക്കും ഇഡലിക്കും ഉണ്ടാക്കുന്നതിനൊക്കെ തന്നെ നമ്മൾ മാവ് തയ്യാറാക്കി വെക്കുക. ആദ്യം നമ്മൾ അരി ഉഴുന്ന് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നമ്മൾ അരി അരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ഉഴുന്ന് അരച്ച് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് നമുക്ക് ഒരു ഫുൾ തേങ്ങ നിങ്ങൾ ചിരണ്ടി ഇടുക. പിന്നെ വെള്ള എള്ള അല്ലെ കറുത്ത എള്ള ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ചിയാ സീഡ്, ഫ്ലാക്സ് സീഡ്, ചുക്കുപൊടി, ബദാം, ജീരകം വേണ്ടവർക്കൊക്കെ ജീരകം വേറെ ചേർക്കാം. ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് നമ്മുടെ അരിമാവിൽ അതിനകത്തോട്ട് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് തവി എടുത്ത് നമ്മൾ ഒരിക്കലും കലക്കരുത്. നമ്മളെ കൈകൊണ്ട് വേണം ഇത് കലക്കി വെക്കുവാൻ. എന്നിട്ട് നമ്മൾ 8 മണിക്കൂറിന് ശേഷം നോക്കുമ്പോൾ ഉണ്ട് നല്ല പുളിയൊക്കെ കുറഞ്ഞ് നല്ല ആവശ്യത്തിനുള്ള നല്ലൊരു പ്രോബയോട്ടിക്കും കൂടാണിത്. നല്ല രീതിയിൽ മുതിർന്നവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണിത്. എന്നിട്ട് നമുക്ക് 2 പാത്രത്തിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. അത് ഉപ്പ് ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് മാവെടുത്ത് മാറ്റി വെച്ച് നമുക്ക് ദോശ ഉണ്ടാക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇഡലി ഉണ്ടാക്കാവുന്നതാണ്. അഥവാ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനാവശ്യത്തിനുള്ള ഉപ്പ് വിട്ട് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി ഷുഗറൊക്കെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ആഡ് ചെയ്ത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റാണ്.